ഓണം ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് കോൺഗ്രസ്സുകാരി തന്നെ, അതിൽ ഒരു സംശയമില്ല. അച്ചടക്ക നടപടി ഉണ്ടായാലും ഇവർ നാലാളല്ലല്ലോ സുഹൃത്തുക്കളെ ഇവിടെ പാർട്ടി എന്ന് പറയുന്നത്. ഇതിന് മേൽഘടകമുണ്ട്, ഇതിൽ അപ്പുറത്തിരിക്കുന്നത്, അതായത് ഇവിടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിൻ്റെ ഗ്രൂപ്പാണ് ഇതിവിടെ കളിച്ചിട്ടുള്ളത്. റോളുണ്ട്. അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് എങ്ങോട്ട് പോയി എങ്ങോട്ട് വന്നു ആർക്കൊക്കെ കൊടുത്തു ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ജയ്സ അത്തരം ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കേട്ട കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ 2-3 പേര് വിളിച്ചു, അവരെ വിളിപ്പിച്ചതാണ്. എന്നോട് പറഞ്ഞു ഇനി കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ട, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു ഉപദേശകരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ കൂടുതലായി മനസ്സ് തുറന്നിട്ടില്ല. ഞാൻ മനസ്സ് തുറക്കേണ്ട ഘട്ടം വന്നാൽ തീർച്ചയായും ആ മനസ്സ് ഞാൻ തുറക്കും. അത് രാജമ്പല്ലനോട് അദ്ദേഹമാണ് ഇതിനകത്ത്. അദ്ദേഹം ഒരു ചരട് വലിച്ചത് ഈ തൃശ്ശൂർ സീറ്റ്, നിയമസഭാ സീറ്റ് അദ്ദേഹത്തിന് വേണം. ഈ നിയമസഭാ സീറ്റ് രാജമ്പലിന് കിട്ടാൻ വേണ്ടി ഒരു ഹിന്ദു മേയറെ പരമാവധി പരിശ്രമിച്ചു. ആ പരിശ്രമം വിഫലമായപ്പോൾ ഒരു സന്തുലിതാവസ്ഥ ഇവിടെ RC വേണമെന്ന് പറഞ്ഞു, എന്നെ മുന്നോട്ട് വെച്ചു. എന്നെ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ വീണ്ടും ഇവരെ മറ്റൊരാളിലേക്ക് കടക്കുകയും, അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മേയറെ പഠിപ്പിക്കാൻ ട്യൂഷൻ മാസ്റ്റർമാരോട് വേണ്ടി നിജി ജസ്റ്റിൻ എന്ന് പറഞ്ഞ മേയർക്ക് ട്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ട്യൂഷൻ കൊടുക്കുന്നതിലെ പ്രധാനപ്പെട്ട അധ്യാപകൻ ഒരുപക്ഷെ രാജഭരണനായിരിക്കും. അവർക്ക് ഈ 5 വർഷവും ഇനി റോൾ ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടാൻ വേണ്ടി അദ്ദേഹവും കാത്തിരിക്കും. എന്തിനാ പരാതിപ്പെടണേ? പഠിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ ശക്തമായി എതിർക്കും. കാരണം ഞങ്ങൾ അത്യാവശ്യം അദ്ദേഹം 5 വർഷ കൗൺസിലർ, ഞാൻ 4 തവണയും, അദ്ദേഹം 5 തവണ, ഞാൻ 4ാം തവണ. അപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകൾ ഞങ്ങളുണ്ട്. ട്യൂഷൻ മാസ്റ്റേഴ്സിന്റെ ആവശ്യമില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും. പാർട്ടി നടപടി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും? അല്ല, അത് വരട്ടെ, അത് വന്നാലേ നമുക്ക് എല്ലാവരും പാർട്ടിക്ക് വിധേയപ്പെടണം എന്നുള്ളതാണ്. അല്ലില്ല, അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞത്. രാജമ്പല്ലൻ ട്യൂഷൻ ഇവിടെ കൊടുക്കാൻ വരരുത്, ദയവുണ്ടായിട്ട്. രാജമ്പല്ലൻ ട്യൂഷൻ എടുക്കാൻ വന്നാൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാജമ്പല്ലൻ എന്ന് പറഞ്ഞ ആൾ 10 വർഷം പ്രതിപക്ഷത്തിൽ എന്തു ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വ്യക്തതയുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആ പാർട്ടി അച്ചടക്കം ഇന്ന് വരെയും പാലിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, KC വേണുഗോപാൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന 4 പേരെ 5 പേരാണ് ഇതിന് വേണ്ടി മുഴുവൻ ചുട്ടാൻ. ആ പേര് ഞാൻ അല്ല, അത് നിങ്ങൾ തീരുമാനിച്ചോടെ. അതായത് ഈ 5 പേര് ഇവിടെ പല ഘട്ടങ്ങളിലായി നിജി ജസ്റ്റിന്റെ വീട്ടിലാണ് യോഗങ്ങൾ വരെ ചേർന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗ്രൂപ്പ് ഇല്ല എന്നാണ് ഞങ്ങളുടെ നേതൃത്വം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുകയും ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ഈ പണി.